അമ്മയോടൊപ്പം ഹോളി ഫയർ മിനിസ്ട്രി ഒരുക്കുന്ന ആത്മീയ ശുശ്രൂഷ വിമല ഹൃദയ പ്രതിഷ്ഠ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ ഇങ്ങനെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ദൈവം ഇടപെടുന്ന വലിയ ഒരു അനുഭവം ഈ നാളുകളിൽ ചില സാക്ഷ്യങ്ങളിലൂടെ അത് കാണുവാനായിട്ട് സാധിച്ചു. അച്ഛാ ഇന്ന ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു, വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ആരംഭം തൊട്ട് ഈ ദിവസം വരെ പ്രാർത്ഥിച്ചപ്പോൾ ഈശോ ഇന്ന കാര്യത്തിൽ ഇടപെട്ടു. മക്കളുടെ പഠന മേഖലയിൽ പ്രത്യേകിച്ച് ജോലി തടസ്സങ്ങൾ മാറ്റിയെന്ന് കഴിഞ്ഞ ദിവസം ഒരു സഹോദരി സാക്ഷ്യമായിട്ട് എഴുതി അയച്ചു. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അതിന് വളരെ ശക്തിയുണ്ട്. കാരണം സ്വർഗം ഉപേക്ഷിക്കാത്ത അപേക്ഷയാണ് പരിശുദ്ധ അമ്മയുടേത്. അമ്മയെക്കുറിച്ച് ധ്യാനിക്കുന്ന ഈ ദിവസം നമ്മുടെ ശുശ്രൂഷയുടെ 22-ാം ദിവസം നമ്മൾ പഠിക്കുന്ന വചനം, ധ്യാനിക്കുന്ന വചനം നമുക്ക് നോട്ട് ചെയ്യാം. ബൈബിൾ എന്നെടുക്കാം. ലൂക്കാ സുവിശേഷം 1:44 തിരുവചനം. വചനം ഇപ്രകാരം: നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. പരിശുദ്ധ അമ്മയോട് എലിസബത്ത് പറയുന്ന കാര്യമാണ്, നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ എൻ്റെ ഉദരത്തിൽ ശിശു സന്തോഷത്താൽ കുതിച്ചു ചാടി. നോക്കിയേ, പരിശുദ്ധാത്മ നിറവ് സ്വീകരിച്ച ഒരു വ്യക്തിയുടെ സാന്നിധ്യം, ഒരു വ്യക്തിയുടെ വാക്കുകൾ കൂടെയുള്ളവർക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്നതാകണം, കൂടെയുള്ളവരെ വളർത്തുന്നതാകണം, കൂടെയുള്ളവരെ പരിപോഷിപ്പിക്കുന്നതാകണം. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്ക് നൽകുന്ന വലിയൊരു ഫലമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് സ്നേഹവും ആനന്ദവും സന്തോഷം, സ്നേഹത്തിൻ്റെ പൂർണ്ണത, സന്തോഷം. പരിശുദ്ധ അമ്മ കടന്നു ചെന്നപ്പോൾ എലിസബത്തിൻ്റെ ജീവിതം സന്തോഷപ്രദമായി തീരുകയാണ്. എലിസബത്തിൻ്റെ ഉദരത്തിലുള്ള കുഞ്ഞു പോലും ആത്മാവിനാൽ നിറയപ്പെട്ടു. പ്രിയമുള്ളവരെ, നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. എപ്രകാരമാ നമ്മുടെ സംസാരം, നമ്മുടെ വാക്കുകൾ എപ്രകാരമാ? കൂടെയുള്ളവരെ വളർത്തുന്നതാണോ? കൂടെയുള്ളവരെ പരിപോഷിപ്പിക്കുന്നതാണോ? കൂടെയുള്ളവരെ ദൈവ സാന്നിധ്യത്തിലേക്ക് നയിക്കുന്നതാണോ? അതോ ചിലപ്പോഴെങ്കിലും ഓർത്തു നോക്കിയേ, നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ തളർത്തി കളയുന്നതാണോ? അവരുടെ വിശ്വാസ ജീവിതത്തിൽ സങ്കടങ്ങൾ സൃഷ്ടിക്കുന്നതാണോ? പതറിപ്പോയ മനുഷ്യരെ വീണ്ടും പതനങ്ങളിലേക്ക് തള്ളിയിടുന്നതാണ്. നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, നീ ചെയ്താലോട്ട് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് വേദനിപ്പിക്കുന്ന വാക്കുകളാണ്. പ്രിയമുള്ളവരെ, അമ്മ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, നിന്റെ വാക്കുകൾ കൂടെയുള്ളവരെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക് നയിക്കുന്നതാകണം. നമ്മുടെ വാക്കുകൾ, നമ്മുടെ സംസാരം ഈശോയെ കൃപ നിറഞ്ഞതാക്കി തീർക്കണമേ. ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാൻ, പ്രത്യേകിച്ച് നമ്മുടെ സംസാരത്തെ യേശു കൃപയിലേക്ക്, യേശു സാന്നിധ്യത്തിലേക്ക് ചേർത്ത് വെച്ച് നന്മ നിറഞ്ഞതാക്കി തീർക്കണമേ എന്ന് നമുക്ക് ദിവ്യകാരുണ്യ സന്നിധിയിൽ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ഓരോരുത്തരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കുവാനായി തിരുവൽത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയെ ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കരങ്ങൾക്ക് ഒപ്പം നമുക്ക് ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ആയിരിക്കുന്ന ജീവിത മേഖലകളെ, ഭവനങ്ങളിൽ നിന്ന് വിദൂരങ്ങളിലായിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. അവരുടെ ജീവിതങ്ങളെല്ലാം നിന്റെ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ചേർത്ത് വെച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, ഞങ്ങളുടെ ഭവനങ്ങളിൽ വിവിധ രോഗങ്ങളാൽ ക്ലേശിക്കുന്നവരെ, പ്രത്യേകിച്ച് ആശുപത്രികളിലായിരിക്കുന്ന രോഗികളായിട്ടുള്ള എല്ലാവരെയും സമർപ്പിച്ച് അവരുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മയോടൊപ്പം ഈ ആത്മീയ ശുശ്രൂഷയുടെ കൃപയാർന്ന ദിനങ്ങളിലൂടെ ഈശോയെ നീ ഞങ്ങളെ നയിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ അനന്തമായ സ്നേഹവും കൃപയും അനുഗ്രഹവും ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതങ്ങളിലേക്ക് ചൊരിയുന്നതിനെ ഓർത്ത് പൊന്നു തമ്പുരാനെ ഞങ്ങൾ നന്ദി പറയുന്നു. 22-ാം ദിനത്തിൽ പരിശുദ്ധ അമ്മയുടെ അഭിവാദന സ്വരം ശ്രവിച്ചപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു സന്തോഷത്താൽ കുതിച്ചു ചാടി. ഈശോയെ,
നിന്റെ ഈ ദിവ്യകാരുണ്യ സാന്നിധ്യത്തിൻ്റെ മുൻപിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിലും ഈ ഒരു ആത്മീയ സന്തോഷമുണ്ടാകട്ടെ. കടന്നു പോകുന്ന ജീവിത പ്രതിസന്ധികൾക്ക് നടുവിൽ ദിവ്യകാരുണ്യ ഈശോ നൽകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആ ചൈതന്യം നൽകുന്ന ഒരു ആനന്ദം, സന്തോഷം ഈശോയെ ഈ തിരുസന്നതയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലേക്ക് നൽകണമേ. പ്രാർത്ഥന ചോദിച്ച് എല്ലാവരെയും സമർപ്പിക്കുന്നു. ഹോളിഫെയർ മിനിസ്ട്രിയുടെ എല്ലാ ശുശ്രൂഷകരെ സമർപ്പിക്കുന്ന അനേകർ പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. കർത്താവെ, അവരെല്ലാം ഈ പട്ട ആശ്രമത്തിൻ്റെ ഈ ശുശ്രൂഷയോട് ചേർത്ത്, ഹോളിഫെയർ മിനിസ്ട്രിയുടെ ശുശ്രൂഷയോട് ചേർത്ത് ഇതാ സമർപ്പിക്കുന്നു. ആശീർവദിക്കണമേ, ഏറ്റെടുക്കണമേ, അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് നന്മ നിറഞ്ഞ സാന്നിധ്യങ്ങളാകുവാൻ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾക്ക് കൃപ നൽകണമേ. എല്ലാ നിയോഗങ്ങളെ ചേർത്ത് വെച്ച് ഇന്നത്തെ നമ്മുടെ ജീവിത പ്രവർത്തനങ്ങളിൽ, യാത്രകളിൽ, പ്രാർത്ഥനകളിൽ ദിവ്യകാരുണ്യ സംരക്ഷണവും ആശീർവാദവും ആഗ്രഹിച്ച് നമുക്ക് ഒരുമയോടെ മുട്ടിന്മേലായിരിക്കാം. ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരിക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരിക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരിക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.